ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. കുറേ കാലമായി നമ്മളെല്ലാവരും കേൾക്കുന്നതാണ് പുതിയ മഹീന്ദ്രയുടെ 5 ഡോർ താറിനെ പറ്റി. ആ വാഹനം ഇറങ്ങിയ സമയത്ത്, അതായത് 3 ഡോർ മോഡൽ 2020 ഇറങ്ങിയ സമയത്ത് തന്നെ ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് പീരീഡൊക്കെ പോയൊരു വാഹനമാണ്. ആൻഡ് അത് കഴിഞ്ഞ് ആൾക്കാർ കൂടുതൽ ആ വാഹനം വാങ്ങിയിരുന്നത് അതിൻ്റെ ഒരു ലുക്കും മൊത്തത്തിലുള്ള റോഡ് പ്രസൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ താറിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ വന്നു ആ സമയമൊക്കെ ആയപ്പോഴേക്കും. അതുവരെ താർ ആൾക്കാർ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ സെക്കൻഡ് ജനറേഷൻ താർ ആൾക്കാർ വാങ്ങുന്നത് കൂടുതലും 90% ഓൺ റോഡ് തന്നെയാണ് യൂസ് വരുന്നത്. ഓഫ് റോഡൊക്കെ വല്ലപ്പോഴും ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. ആ കാരണം കൊണ്ട് തന്നെ മഹീന്ദ്ര ഈ വാഹനത്തിൻ്റെ കുറച്ചും കൂടെ ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, ഈ ഫ്രണ്ടിലത്തെ സീറ്റൊന്നും മടക്കി കയറേണ്ട ആവശ്യമില്ലാത്ത ഒരു 5 ഡോർ മോഡലിൻ്റെ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷത്തിൽ കൂടുതലായി. ശരിക്കും 2023 ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അത് അവർ ലോഞ്ച് പോസ്റ്റ്പോൺ ചെയ്ത് 2024 ആക്കി. ഈ വർഷം എന്തായാലും ഇറങ്ങുമെന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ARAI ടെസ്റ്റിംഗ് സെൻറ്ററിൽ വെച്ച് സ്പോട്ട് ചെയ്തിട്ടുള്ള ഇമേജസ് ആണ്. ഇവിടെ ആക്ച്വലി സാധാരണ ഇവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമഫ്ലാജ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ വണ്ടി ഒന്ന് കവർ ചെയ്തിട്ടുള്ളൂ. മൊത്തമായിട്ട് അങ്ങനെ ക്യാമഫ്ലാജ് ഇട്ട് നമുക്കൊന്നും മനസ്സിലാക്കാത്ത പോലെ ആക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അലോയ് വീൽസ് ഒക്കെ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. നമുക്ക് അതിൻ്റെ ഡിസൈൻ കാണാൻ പറ്റും. ഇതിപ്പോൾ 19 ഇഞ്ച് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും കണ്ടിട്ട് നല്ല രസമുണ്ട്. നോർമൽ താറിൽ വരുന്നത് 18 ഇഞ്ച് അലോയ് വീൽസ് ആണ്. പക്ഷേ അത് മൊത്തത്തിൽ അത്യാവശ്യം ഹൈ പ്രൊഫൈൽ ടയറാണ്. പിന്നെ ബ്ലാക്ക് ഫിനിഷിൽ, അതായത് ഒരു കൈൻഡ് ഓഫ് ഗ്രേ പോലത്തെ ഫിനിഷിലാണ് നോർമൽ താറിൻ്റെ അലോയ് വീൽസ് ഉള്ളത്. ഇതിപ്പോൾ നമുക്കൊരു ഡയമണ്ട് കട്ട് ഫിനിഷ് പോലെയൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി സ്പോക്ക് വീൽസ് ആണ്. ആൻഡ് ഈ വണ്ടിയിൽ ഇത് വരുമ്പോഴേക്കും കാണാൻ അത്യാവശ്യം രസമായിരിക്കും. ഇത്രയും കാലം ഈ അലോയ് വീൽസ് ഇട്ട് അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഡിസൈൻ ഇതായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. പിന്നെ ബാക്കിലത്തെ ടെയിൽ ലൈറ്റ്സിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. അത് ആ ഒരു റെക്ടാങ്കിൾ പോലത്തെ ടെയിൽ ലൈറ്റ്സ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഓൾറെഡി ഇപ്പോൾ നമുക്ക് 3 ഡോർ താറിലും LED ടെയിൽ ലൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് തീർച്ചയായും അവർ ക്യാരി ഓവർ ചെയ്യും. അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ സൈഡിലേക്ക് തുറക്കുന്ന ഡോറും നമുക്ക് മറ്റേ വിൻഷീൽഡ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെക്കാനിസം തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തും വരുന്നത്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇവർ അത്യാവശ്യം ആ ഒരു വൈറ്റ് ക്ലോത്ത് ആണെങ്കിലും അത് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വാഹനത്തിന് മൊത്തത്തിലുള്ളൊരു പ്രൊപ്പോർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുമ്പോൾ ഇത് 5 ഡോർ താറാണെങ്കിലും ഇതിൻ്റെ ബാക്കിലത്തെ ഡോർ ഭയങ്കര വലുതായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിപ്പോൾ പൊതുവെ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്. 3 ഡോർ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ ഡോർ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും. പക്ഷേ 5 ഡോർ ആകുമ്പോഴേക്കും ഇങ്ങനത്തെ വണ്ടികളിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ സൈസ് ഒരു ഇത്തിരി കുറയ്ക്കും. പിന്നെ വണ്ടിയുടെ എക്സ്റ്റൻഷൻ, അതായത് ലെങ്ത്ത് കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ ബാക്കിലത്തെ ഡോർ അവർ കൊള്ളിക്കുമെങ്കിലും ഒരു ഇത്തിരി ലെങ്ത്ത് കുറവായിരിക്കും അതിന്. അതുകൊണ്ട് ഭയങ്കര വിശാലമായിട്ടുള്ള സ്പേസ് കയറാൻ കിട്ടും എന്ന് വിചാരിക്കരുത്. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളൊരു സ്പേസ് തീർച്ചയായും അവിടെ ഉണ്ടാകും. പിന്നെ നല്ല ബൾക്കി ആയിട്ടുള്ള വീലാർച്ചും അതുപോലെ ക്ലാഡിങ്ങും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഒരു സൈഡ് ഫുഡ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മിക്കവാറും സ്റ്റാൻഡേർഡ് ആയിരിക്കും. കാരണം കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനായിട്ടാണല്ലോ അവർ തിറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് കയറണമെങ്കിൽ അതാണല്ലോ എളുപ്പം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഇതിന് മുമ്പും താറിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ട് 5 ഡോറിൻ്റെ. പക്ഷേ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇമേജസിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതായത് ഈ വാഹനത്തിൻ്റെ പുതിയ സ്റ്റാൻഡ് അലോൺ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. ഈ അടുത്ത് അവരുടെ XUV 3XO അതുപോലെ പണ്ട് XUV 700 ഒക്കെ കൊടുത്ത ആ ഒരു സെയിം 10.25 ഇഞ്ചിൻ്റെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ലതായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. സാധാരണ താറിൽ ഇത്രയും പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാഷ്ബോർഡിൽ തന്നെ വെച്ച പോലത്തെ ഒരു ഫീലായിരുന്നു. ഇതിപ്പോൾ ഇത്രയും സൈസ് കൂടിയതുകൊണ്ട് ഇത്തിരി പൊങ്ങി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് അതിൻ്റെ അകത്ത് 3XO കണ്ട പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോളിയം കൺട്രോൾസും അതുപോലെ കുറച്ച് മാനുവൽ ബട്ടൺസും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം. പുതിയ 10.25 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ വളരെ നല്ല കാര്യം. പൊതുവെ ഈ ഒരു ഓഫ് റോഡ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും ആരും അങ്ങനെ കൊടുക്കാത്ത കാര്യമാണ്. ഈവൻ നമ്മൾ ജീപ്പിൻ്റെ റാംഗ്ലർ എടുക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ റൂബിക്കോൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തും അവർ 7 ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മഹീന്ദ്ര ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അവരുടെ മാക്സിമം എന്താണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്കോർപിയോ എന്നിൻ്റെ സ്റ്റിയറിംഗ് വീലും കാണാൻ പറ്റും. അത് അവർ കുറച്ച് മുമ്പ് ടെസ്റ്റ് ചെയ്ത ഇമേജസിൽ തന്നെ നമ്മൾ കണ്ടായിരുന്നു. സ്കോർപിയോയിലും അതുപോലെ നമ്മുടെ XUV 700 ഇതിലൊക്കെ സെയിം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് അതൊക്കെ തീർച്ചയായും ഉണ്ടാവും. അത് നേരത്തെ ഉള്ളതായിരുന്നു. പിന്നെ ഇതിൻ്റെ AC കൺട്രോൾസും അതുപോലെ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ അതൊക്കെ അവർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ആ AC വെൻസ് ഇത്തിരി താഴേക്ക് റീപൊസിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ACയുടെ കൺട്രോൾസ് അതൊക്കെ ഇപ്പോഴും മാനുവൽ AC തന്നെയാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ടെസ്റ്റിങ്ങിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മാനുവൽ ആണെന്ന് തോന്നാത്ത പോലെയാണ്. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് മറ്റേ ജെറ്റ് ഇൻസ്പയർഡ് ആയതുപോലത്തെ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഇതും നേരത്തെ ധാറിലുണ്ടായിരുന്ന തന്നെയാണ്. വ്യത്യാസമായിട്ട് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ 5 ഡോർ മോഡൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ആംറസ്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. അത് 3 ഡോർ മോഡൽ ഇല്ലായിരുന്നു. 3 ഡോർ മോഡൽ പിന്നെ ബാക്കിൽ ആംറസ്റ്റ് വയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ ഫ്രണ്ടിലും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് നടുവിലേക്ക് കയറി പോവുക വേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരത് കൊടുത്തില്ല. പക്ഷേ 5 ഡോർ മോഡൽ അങ്ങനത്തെ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് കംഫർട്ട് മാക്സിമം കിട്ടും.
ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് അറിയാനുള്ളത് സ്റ്റിയറിംഗ് വീലിൻ്റെ കേസാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ മാറ്റി എന്നുള്ളത് ഓക്കെ, അതിൻ്റെ കൂടെ അവരത് ഹൈഡ്രോളിക് മാറ്റി ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആക്കിയോ എന്നുകൂടി അറിഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കോർപ്പിയോൻ അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. നമ്മൾ അത്രയും വലിയൊരു വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് തോന്നുന്ന പോലുമില്ല എൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുകയാണെങ്കിൽ. പക്ഷേ അതേസമയം സ്കോർപ്പിയോ ക്ലാസിക്കിൽ അവരിപ്പോഴും ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ട്, അതായത് കുറച്ച് എഫേർട്ട് ഇട്ട് തിരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. താറിൻ്റെ അകത്ത് ഇതുവരെ അവർ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ പുതിയ മോഡലിൽ ഈ ഡിസൈൻ മാറുന്നതിൻ്റെ കൂടെ അത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഓടിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക് താറും അതുപോലെ ഈ ഇത്രയും ലൈറ്റ് സ്റ്റിയറിംഗ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം ഈ വണ്ടി എല്ലാ ദിവസവും ഓടിച്ചുകൊണ്ട് നടക്കാം. നല്ല ബൾക്കി ലുക്ക് ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ മിക്കവാറും തിരിഞ്ഞു നോക്കുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ റാംഗ്ലറിൻ്റെ റൂബിക്കോണിൻ്റെയൊക്കെ ഓണേഴ്സിനാണ് പണി കിട്ടാൻ പോകുന്നത്. ഈ വണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ റോട്ടിൽ മൊത്തം ഇതായിരിക്കും. അതുകൊണ്ട് അവരുടെ വണ്ടി ആൾക്കാർ കണ്ടാലും അത് ഈ 10-70 ലക്ഷം രൂപയുടെ വണ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിയൊന്നും തീർച്ചയായും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ചൊക്കെ തന്നെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. അതായത് പെട്ടെന്ന് കണ്ട ആൾക്കാർ അതും ഥാറാണെന്നായിരിക്കും, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഇതുവരെ നമ്മൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിനെ പറ്റി കേട്ടുകൊണ്ടിരുന്ന കഥകളല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ പ്രൈസിങ് ആണ്. ഈ മഹീന്ദ്ര ഈ വാഹനം ഉദ്ദേശിക്കുന്ന തന്നെ ഒരു നോർമൽ ബേസിക് കമ്മ്യൂട്ടിന് വേണ്ടിയിട്ടുള്ള 3 ഡോറിൻ്റെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മോഡൽ പോലെയാണല്ലോ. ഈവൻ സ്കോർപ്പിയോൻ്റെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരുമെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് മറ്റേ അഡാപ്റ്റീവ് ഡാമ്പേഴ്സ് ഒക്കെയുള്ള സസ്പെൻഷൻ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ കൂടെ വരികയാണെങ്കിൽ പിന്നെ ഇത് ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് കൂടി ഇതിൻ്റെ സ്റ്റെബിലിറ്റി നോർമൽ 3 ഡോർ താറിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോർമൽ 2.2 ലിറ്റർ എംഹോക്ക് ഡീസലും 2 ലിറ്റർ എംസ്റ്റൈലിംഗ് പെട്രോളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതിൻ്റെ അകത്ത് വരുന്ന നമുക്ക് മറ്റേ പവർ ഫിഗേഴ്സ് കറക്റ്റ് അറിയില്ല. ചിലപ്പം XUV 700 വരുന്ന 155 bhp ഒക്കെ ഡീസലിൽ വന്നേക്കാം. പെട്രോളിൽ ചിലപ്പോൾ താറിലുള്ള 150 PS തന്നെ ആയിരിക്കും 3 ഡോറിലുള്ളത്. അത് മതി ശരിക്കും ഈ വണ്ടിക്ക്. ഭയങ്കര വെയിറ്റ് കൂടുതലൊന്നും വരില്ല. ഒരു 300 കിലോസിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും മിക്കവാറും വെയിറ്റ് കൂടുന്നത്. ഇനി അത് നമുക്ക് നോക്കാം ലോഞ്ചിന് ശേഷം. പക്ഷേ 3 ഡോർ താറിൽ അവർ 2023 സ്റ്റാർട്ടിങ്ങിൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, നമ്മുടെ XUV 300 ഉണ്ടായിരുന്ന ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് ഒരു മോഡൽ ഇറക്കിയായിരുന്നു. പറഞ്ഞു വരുമ്പോൾ അതിന് 117 PS4ഉം 300 ടോർക്കും ഒക്കെ ഉണ്ട്. ഈവൻ 2.2 താറിൽ വരെ 300 ടോർക്കേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊരു നല്ല എഞ്ചിനായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ടെസ്റ്റിങ്ങിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ആൻഡ് താറല്ല, അത് ബേസ് മോഡൽ താറാണ്. അതുകൊണ്ടാണ് അലോയ്സും സംഭവങ്ങളൊന്നും ഇല്ലാത്തത്. ആൻഡ് ഇങ്ങനത്തെ ബേസ് മോഡൽ താറുകൾക്ക് വേണ്ടി അവർ ഇനി 5 ഡോർ മോഡലിലും ഈ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതും 4 വീൽ ഡ്രൈവിൻ്റെ കൂടെ അല്ല, റിയർ വീൽ ഡ്രൈവിൻ്റെ കൂടെ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്കൊരു 12-13 ലാക്സിലൊക്കെ ചിലപ്പം ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം സ്കോർപ്പിയോനും XUV 700 ഒക്കെ അവർ ഈ ഒരു പ്രൈസിലാണ് വണ്ടിയുടെ വില സ്റ്റാർട്ട് ചെയ്തത്. അത് ഇനീഷ്യലി അവർക്ക് ആ വണ്ടികളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഈ പുതിയ താറിൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. മഹീന്ദ്രയ്ക്ക് പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി ഉള്ളതാണല്ലോ. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് മാക്സിമം ഹൈപ്പ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ പ്രൈസ് വരുന്ന സമയത്തും അവർ ഭയങ്കര ലോ പ്രൈസ് അത്യാവശ്യം അഗ്രസീവായിട്ട് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ കൂട്ടും. ഇപ്പം ഈ റിയർ വീൽ ഡ്രൈവ് 1.5 എഞ്ചിനുള്ള താർ ഇറങ്ങിയ സമയത്ത് അതിന് 9.99 ലാക്സ് ആയിരുന്നു എക്സ്ഷോറും. ഇപ്പോൾ 11.35 ലാക്സിന് അടുത്തെന്താണ്ടായിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 1.25 ലക്ഷം രൂപയോളം കൂടി, 1.25 മുകളിൽ കൂടി ആക്ച്വലി. അപ്പോൾ ഈ വണ്ടിയും അവർ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി അത്യാവശ്യം നല്ല റെസ്പോൺസ് ഈ വാഹനത്തിന് കിട്ടും. പിന്നെ അവർ കുറച്ച് പ്രൊഡ്യൂസൊക്കെ ചെയ്ത് ആദ്യം വെക്കുകയും അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനും നല്ല സെയിൽസും കിട്ടും. പിന്നെ വെയിറ്റിംഗ് പീരീഡും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ വാഹനത്തെ പറ്റി ഡിസ്കസ് ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇപ്പോഴാണ് ഈ പുതിയ ഇൻസൈറ്റ്സ് കിട്ടുന്നത്. ഇത് ഈ അടുത്ത ഓട്ടോക്കാരൻ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രൈസ് കുറച്ച് വയ്ക്കാൻ വേണ്ടി അവർ ഈ ഒരു പുതിയ എഞ്ചിനല്ല 3XOയുടെ എഞ്ചിൻ ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അത് നമുക്ക് എന്തായാലും കാണാം. കാരണം 2024 ഓഗസ്റ്റ് 15-നാണ് ഈ വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് അൺവെയിലൊക്കെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ബുക്കിംഗ്സും ഡെലിവറിയൊക്കെ അവർ തുടങ്ങുമായിരിക്കും. അതാണ് അവർ പണ്ട് XUV 700 ചെയ്ത് ആ ട്രെൻഡാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എനിവേ ഗൈസ്, ഇതാണ് താർ 5 ഡോർ, അല്ലെങ്കിൽ ഇതിൻ്റെ താർ അർമാഡ എന്ന് പറഞ്ഞ പേരിൽ വരാനും ചാൻസ് ഉണ്ട് ഈ വാഹനം. കാരണം അതൊക്കെ അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.